5000 വോളണ്ടിയർമാരുമായി ഇത്തവണത്തെ ഹജ്ജ് സേവനത്തിന് തയ്യാറെടുക്കുകയാണ് സൗദിയിലെ ICF RSC സംഘടനകൾ. ഇന്ത്യയിൽ നിന്ന് തീർത്ഥാടകർ സൗദിയിൽ എത്തുന്നത് മുതൽ അവസാന ഹാജിയും തിരിച്ചു പോകുന്നതുവരെ സേവനം തുടരും. രോഗികളായവർക്കും വഴിതെറ്റുന്ന തീർത്ഥാടകർക്കുമെല്ലാം ഏറെ ആശ്വാസമാണ് ഈ വോളണ്ടിയർമാരുടെ സേവനം. 14 വർഷത്തെ സേവന പാരമ്പര്യവുമായാണ് ഹജ്ജ് വളണ്ടിയർ കോർ ഇത്തവണ ഹജ്ജ് സേവനത്തിന് ഇറങ്ങുന്നത്. മുൻ വർഷങ്ങളിൽ RSC മാത്രമായിരുന്നു കോറിന് കീഴിൽ സേവനം ചെയ്തിരുന്നതെങ്കിൽ ഇത്തവണ ICF-ന്റെ കൂടി പങ്കാളിത്തത്തോടെയായിരിക്കും സേവനം. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 5000 ICF RSC വളണ്ടിയർമാർ സേവനരംഗത്തുണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം മദീനയിൽ എത്തിയതു മുതൽ ആരംഭിച്ച സേവനം ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ച് അവസാന തീർത്ഥാടകനും മടങ്ങുന്നതുവരെ മക്ക, മീന, അറഫ, മുസ്ദലിഫ, ജിദ്ദ തുടങ്ങിയ സ്ഥലങ്ങളിൽ തുടരും. വഴിതെറ്റുന്നവരും രോഗികളും പ്രായം ചെന്നവരുമായ തീർത്ഥാടകർക്ക് ആശ്വാസമേകുകയാണ് ലക്ഷ്യം. തീർത്ഥാടകർക്ക് ഭക്ഷണം, കുട, ചെരുപ്പ്, വെൽക്കം കിറ്റ് തുടങ്ങിയവ വിതരണം ചെയ്യും. ഇലക്ട്രോണിക് വീൽചെയറുകൾ, മെഡിക്കൽ വിംഗ്, സ്കോളേഴ്സ് ഡെസ്ക്, മുഴുവൻ സമയ ഹെൽപ്പ് ഡെസ്ക്, ഹാജിമാരുടെ ബന്ധുക്കൾക്ക് വളണ്ടിയേഴ്സുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങൾ, ബിൽഡിംഗ് ലൊക്കേഷൻ മാപ്പ് തുടങ്ങിയവയും ഹജ്ജ് വളണ്ടിയർ കോർ ഒരുക്കിയിട്ടുണ്ട്. സംഘടനയ്ക്ക് ICF-നും RSC-ക്കും സൗദി അറേബ്യയിൽ 50,000-ഓളം മെമ്പർമാർ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ 5000 എന്ന സംഖ്യ HVC വോളണ്ടിയറായി കൊണ്ടുപോവുക എന്നുള്ളത് അധികം അതിശയോക്തിയില്ല. അതേ രൂപത്തിൽ നാട്ടിൽ നിന്ന് വരുന്ന മലയാളികളായ ഹാജിമാർക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ, അവരുടെ കുടുംബങ്ങൾ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ നിലവിൽ വന്നു കഴിഞ്ഞു. അവർക്ക് അവരുടെ കുടുംബവുമായി ബന്ധപ്പെടാൻ, വളരെ ഈസിയായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. സേവനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി സെയ്ദ് ഹബീബ് അൽ ബുഖാരിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഡ്രൈവ് നിലവിൽ വന്നു. സിറാജ് കുറ്റ്യാടി, സാദിഖ് ചാലിയാർ, ബഷീർ ഉള്ളണം, മൻസൂർ ചുണ്ടപ്പറ്റ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും. 15 ഉപസമിതികളും രൂപീകരിച്ചിട്ടുണ്ട്. ജലീൽ കണമകലം, 24 ജിദ്ദ.